ഇതോടുകൂടി കുറച്ച് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസ് അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ ഊട്ടി ഉറപ്പിക്കുന്ന ഇപ്പോൾ ഹൈക്കോടതി അടക്കം ഈ പ്രത്യേക സംഘത്തിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം മതിപ്പോടുകൂടിയും വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു SITയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യതയ്ക്ക് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു അറസ്റ്റാണ് ഇപ്പോൾ കണ്ഠൻ രാജീവരുടെ അറസ്റ്റോടുകൂടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും മനു, ഇക്കാര്യത്തിലെ ഹൈക്കോടതി ഇടപെടലുകൾ പറയാതിരിക്കാൻ നമുക്കാവില്ല. അതിനുശേഷം പിന്നെ അങ്ങോട്ട് SITയുടെ ഓരോ നീക്കങ്ങളും നമുക്ക് ഈ ഘട്ടത്തിലും പറയാതിരിക്കാനാവില്ല. SIT ഓരോ ഘട്ടത്തിലും അത് പഴുതടച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. അതിന് ഭരണ പ്രതിപക്ഷ അല്ലെങ്കിൽ നീതിന്യായത്തിൻ്റെ ഒന്നും അവിടെ ഒരു പ്രശ്നങ്ങൾ ആർക്കും അതിന്മേലൊരു പഴി ചുമത്താൻ ഇതുവരെ SIT അനുവദിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ഓരോ അറസ്റ്റും ഓരോ അന്വേഷണ നീക്കങ്ങളും ആ രീതിക്ക് പോകുന്നതാണല്ലോ നമ്മൾ ഇത്രയും കണ്ടത്. അതിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് മുതൽ ഇങ്ങോട്ട് കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരുന്നു SITയുടെ പഴുതടച്ചുള്ള നീക്കങ്ങൾ? തീർച്ചയായും SITയുടെ അന്വേഷണം നമുക്കറിയാം വളരെ സമഗ്രമായി എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള SP ശശിധരൻ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ബിജോയ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതി വളരെ കൃത്യമായി ഈ കേസിൻ്റെ മോണിറ്ററിംഗ് അവർ നടത്തുന്നുമുണ്ട്. ഈ മോണിറ്ററിംഗ് നടത്തുന്നു എന്ന് മാത്രമല്ല ചില ഘട്ടങ്ങളിൽ ഇതുകൂടെ പരിശോധിക്കണം എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. അങ്ങനെ വളരെ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്ത്രി എന്ന് പറയുന്നത്. നമ്മൾ സത്യത്തിൽ ഈ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്ത്രി കുടുംബത്തിനും തന്ത്രിക്കുമുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു തന്ത്രി കുടുംബത്തിലെ തന്ത്രി ആയിരുന്ന ഒരാൾ തന്നെ ഈ കേസിലെ പ്രതിയായി അറസ്റ്റിലാകുമ്പോൾ ഈ കേസിൻ്റെ ശ്രദ്ധ, അതിൻ്റെ സെൻസേഷനലിസം ഒക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഈ ശബരിമല കേസ് അതിൻ്റെ ഏറ്റവും ഹൈപ്പിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുക. സംഗീത, തീർച്ചയായും അനു, ഈ രണ്ടാം ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ചോദ്യം ചെയ്യലിനൊടുവിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ SIT എന്തെല്ലാം ചോദ്യങ്ങൾ ആരാഞ്ഞിരുന്നു, അതിൽ നിന്ന് വ്യക്തത വരുത്താൻ വീണ്ടും രണ്ടാം തവണ വിളിച്ചു വരുത്തുന്നു. അതിനൊടുവിൽ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ SITയുടെ നിഗമനങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിനുശേഷം ആ നിഗമനങ്ങൾക്കൊടുവിൽ അവർ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ അതെന്തെല്ലാമാണ്? ഈ പോറ്റിയുമായുള്ള ബന്ധം അത് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളടക്കം മറ്റെന്തൊക്കെ തെളിവുകൾ അതിന് നിദാനമായിട്ട് ഇപ്പോൾ SITയുടെ പക്കലുണ്ട് ാണ് ലഭിക്കുന്ന സൂചനകൾ? സംഗീതയിലെ ഏറ്റവും പ്രധാനം ആദ്യമായി ഈ ശബരിമലയിലെ സ്വർണം മോഷണം പോകാൻ ഇടയായ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി, അതാണല്ലോ ഈ പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം. അതിൻ്റെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഫയൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അവിടെ തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ ശ്രീകോവിൽ ഇരുവശവുമുള്ള ദ്വാരപാലക ശില്പങ്ങൾ, ദ്വാരപാലക ചെമ്പ് പാളികൾ, അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഉള്ള നടപടികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്നു. ഇതാണ് ഈ അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു തയ്യാറാക്കുന്ന കത്ത്, ഫയലിൻ്റെ തുടക്കം. ആ തുടക്കം തന്ത്രി കണ്ഠൻ രാജുവിടെ കത്താണ്. നമ്മൾ ഇതിനിടയിൽ വലിയ രാഷ്ട്രീയമായ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് മന്ത്രിയായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഒരു കത്തെഴുതി ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തത് എന്നുള്ള ആ രാഷ്ട്രീയ ആരോപണം BJP, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പക്ഷേ ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ അതോറിറ്റി തന്ത്രിയാണ്. ഈ പറയുന്ന 2019, 2018 ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ശബരിമല ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പറയുന്ന അറ്റകുറ്റപ്പണികൾക്ക് നടത്തണം എന്ന് പറയുന്ന കത്ത് നൽകുന്നത്. അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ഫയൽ ഓപ്പൺ ആകുന്നത്. മാത്രമല്ല, രണ്ടാമത് ഈ ശ്രീകോവിൽ പുതുതായിട്ടൊന്ന് പണിയണം എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ സ്വർണ്ണക്കൊള്ളയുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെയും ഏറ്റവും പ്രധാനമായും ഈ ശ്രീകോവിലിൻ്റെ പാളികൾ നേരാൻ വണ്ണം അടയുന്നില്ല എന്നും ഈ എലികളടക്കം ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും അതുകൊണ്ട് ഈ പറയുന്ന പാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുള്ള തന്ത്രിയുടെ രണ്ടാമത്തെ കത്തിലാണ് ഈ രണ്ടാമത് അവിടെ നിന്നും ഈ പറയുന്ന ശ്രീകോവിൽ പാളികൾ അവിടെ നിന്ന് മാറ്റുന്നതും പകരം പുതിയതായിട്ട് പണി കഴിപ്പിച്ച് ഒന്ന് അവിടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഇതൊരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കൊള്ളയാണെങ്കിൽ ആ ആസൂത്രണ ഗൂഢാലോചനയുടെ
ഒരു ഘട്ടത്തിൽ തന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കത്തുണ്ട്. ഇനി അത് അദ്ദേഹം സ്വാഭാവികമായും ഇവർ അങ്ങോട്ട് നിർബന്ധിച്ച് ഇങ്ങനെ എഴുതി വാങ്ങും എന്ന് നൽകിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ്. അത് SIT സ്വാഭാവികമായും പരിശോധിക്കുകയും ചെയ്യും. അത് അവർ പരിശോധിച്ചിട്ടും ഉണ്ടാകാം. അങ്ങനെ പരിശോധിച്ച് അതിൽ വസ്തുതയില്ല എങ്കിൽ സ്വാഭാവികമായും തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ഗൂഢാലോചനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഒരു പഴുതുണ്ടാക്കിയ പ്രധാന വ്യക്തി അത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്ന് സ്ഥിരീകരിക്കുകയാണ് SIT. ശരി അനു, എന്നാണെങ്കിലും നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അനുവിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങിയെത്താം. നിർണായകമായ ഒരുപാടധികം വിവരങ്ങൾ ഇഞ്ചക്കലിലെ ഓഫീസിൽ നിന്നടക്കം നമുക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.